എല്ലാവർക്കും നമസ്കാരം. JP മാർക്കറ്റ് വിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ ബ്രോക്കറുടെ ഓവർ റിവ്യൂവും പിന്നെ ഒപ്പം തന്നെ അതിലോട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ഇടാം എന്നുള്ള ഓർഡർ പ്ലേസിങ് ചെയ്യുന്ന ആ ഒരു മെത്തേഡുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർ വ്യൂ നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ട്രേഡിംഗ് മെത്തേഡിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കണമെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഓപ്ഷൻ നമുക്ക് എന്തൊക്കെയാണ് ട്രേഡിംഗ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. ഒപ്പം തന്നെ ആ ഒരു ഓപ്ഷൻ്റെ ഒപ്പം നമുക്ക് എത്ര ലിവറേജാണ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാനായിട്ട് പറ്റുക. പിന്നെ ബാക്കി അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമുക്ക് ട്രേഡിംഗ് സെലക്ഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രാഫ് അനാലിസിസിനൊക്കെ ഈ ഫ്യൂച്ചർ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമതൊരു ഓപ്ഷനാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്കറിയാമല്ലോ ബിറ്റ് കോയിൻ്റെയും എത്തറീയത്തിൻ്റെയും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനായിട്ട്. ഇത് നമുക്ക് ഓരോ കോൺട്രാക്റ്റുകൾ നവംബർ കോൺട്രാക്റ്റ്, 21 നവംബർ കോൺട്രാക്റ്റ്, 22 നവംബർ കോൺട്രാക്റ്റ്, അങ്ങനെ നമുക്ക് ഓരോ വീക്കിലി കോൺട്രാക്ട്സുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ കോൺട്രാക്ട്സ് നമുക്ക് ട്രേഡിങ് ചെയ്യാനുള്ളൊരു ഫാസിലിറ്റി ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് എതേറിയത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ ഇവിടെ ടേബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടേബിൾ കാണാനായിട്ട് പറ്റും. ചാർട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ എതേറിയത്തിൻ്റെ ചാർട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻ ചാർട്ടും ഏതൊക്കെ ഓപ്ഷനാണോ നിങ്ങൾ സെലക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷൻ ചാർട്ടും കൂടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ടേബിളിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് വേറൊരു അഡീഷണൽ ഓപ്ഷൻ അവർ ഓഫർ ചെയ്യുന്നത് സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ സ്ട്രാറ്റജി ബിൽഡർ, അതായത് നമ്മൾ സ്ട്രാറ്റജി ഹെഡ്ജിങ് ഒക്കെ ചെയ്യില്ല, അങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ക്രെഡിറ്റ് സ്പ്രെഡ് അങ്ങനത്തെ സ്ട്രാറ്റജീസിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ETH കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൾ ഓപ്ഷനിലെ പുട്ട് ഓപ്ഷനിലെ എല്ലാത്തിൻ്റെ ETH കാണാനായിട്ട് പറ്റും. എങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കൺഫ്യൂസ് ആവേണ്ടതില്ല. നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ബൈ ഒരു സെല്ല് ഇവിടെയും ചെയ്യുകയാണ്. അപ്പോൾ രണ്ടിലും കോളിലും പുട്ടിലും നമ്മൾ സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ലിമിറ്റ് പ്രൈസിലാണ് സെല്ല് വേണ്ടതെന്നും എത്ര ലോട്ട് സൈസാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡറുടെ സഹായത്തോടു കൂടി നമുക്ക് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടേബിളും ഈ ചാർട്ടും പിന്നെ നമുക്ക് ഈ സ്ട്രാറ്റജി ബിൽഡറും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇതിലോട്ട് അഡീഷണൽ ആയിട്ട് വരണുള്ളൂ. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വരുന്നൊരു ഓപ്ഷനാണ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഈ അനാലിസിസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റിന് സെലക്ഷൻ ചെയ്ത് നമുക്ക് ഇതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുക. നമുക്ക് കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അതായത് OI ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് താഴെ എത്രയാണ് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി പിന്നെ PCRൻ്റെ ഒരു അപ്ഡേറ്റ് മാക്സ് ബേൻ്റെ അപ്ഡേറ്റ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇത് ആ വോളിയത്തിലോട്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വോളി അനാലിസിസ് എത്ര വോളിയാണ് അതിലോട്ട് ആഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇംബൈൽഡ് വോളറ്റിലിറ്റി അതായത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അത് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ഉള്ള ആ ഒരു എന്താ പറയുക പ്രഷർ ഓക്കെ ആ വോളറ്റിലിറ്റി നമുക്ക് എത്രയാണെന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ ടേങ്കർ ആക്ടിവിറ്റിയിൽ നമുക്ക് അതിൻ്റെ എത്ര ടേങ്കർ ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് അതായത് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു എന്താ പറയുക വിഡ്രോവലും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ റിസെൻറ്റ് ട്രേഡ്സ് അതായത് എത്ര വോളിയാണ് അതിലോട്ട് മാർക്കറ്റിലോട്ട് ഇപ്പോൾ ഷഫിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അനാലിസിസ്. ഓക്കെ, പിന്നെ ട്രേഡ് ഹിസ്റ്ററി അതായത് നമ്മൾ ട്രേഡിംഗ് എന്തോരം ചെയ്തിട്ടുണ്ട് എന്നുള്ള ട്രേഡിംഗ് ഹിസ്റ്ററി അതായത് ഈ ഒരു ഡെൽറ്റ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ട്രേഡുകളുടെ ഹിസ്റ്ററി കാര്യങ്ങൾ അത് ഏതൊക്കെയാവട്ടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ ബിറ്റ് കോയിൻ ആവട്ടെ എതേറിയം ആയിക്കോട്ടെ ഏതിലായാലും നമുക്ക് ഇതിലോട്ട് സെലക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ CSV ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വോളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഓപ്ഷനാണ് ട്രേഡിംഗ് ബോട്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ വളരെ എന്താ പറയുക ഒരു അലർട്ട് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അത് നമുക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് അതിനൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതല്ല. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു അലർട്ടുകളും കാര്യങ്ങളും നമുക്ക് ഇതിലോട്ട് കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വായിച്ച് നോക്കി അറിയാനായിട്ട് പറ്റും ഇത് എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ. ഇത് 2-factor ഒതൻറ്റിക്കേഷനോട് കൂടിയിട്ടാണ് ഇതിലൊരു വെബ് ഹുക്ക് ക്രിയേറ്റ് ആവുക. വെബ് ഹുക്കിന് നെയിമൊക്കെ കൊടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇത് അലർട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് ഓൺ ചെയ്യുക. പിന്നെ നമുക്ക് ഓഫർ എന്ന് പറഞ്ഞ ടാബാണ് വരുന്നത്. ഈ ഓഫർ ടാബിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഓരോ ട്രേഡിംഗ് ചെയ്യുമ്പോഴും ആ ട്രേഡിങ്ങിൻ്റെ ഓരോ എന്താ പറയുക ക്രൈറ്റീരിയ ക്രോസ് ആകുമ്പോൾ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ആ മൈൽ സ്റ്റോൺസ് ക്രോസ് ആകുമ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ബെനിഫിഷ്യറി മുഖാന്തരം ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് എത്രയാണോ ഫണ്ട് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്റ്റേർഡ് അക്കൗണ്ട് ഓക്കെ ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ അക്കൗണ്ടിൽ നിന്ന് അത് HDFC ബാങ്കിൻ്റെ തന്നെയാണ് അക്കൗണ്ട്. അപ്പോൾ അതുവഴിയാണ് എനിക്ക് ഫണ്ടിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷനാണ് ബെനിഫിഷ്യറി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെനിഫിഷ്യറി അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബെനിഫിഷ്യറി നെയിം നമ്മുടെ നെയിം തന്നെ വെക്കുക ഓക്കെ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഫണ്ട് ആഡ്
ചെയ്യാൻ. പിന്നെ ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ വരുന്നത്. ഫണ്ട് വിഡ്രോ ചെയ്യാൻ എത്രയാണോ നിങ്ങൾക്ക് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടത് ആ എമൗണ്ട് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സെയിം അക്കൗണ്ട് സെലക്ഷൻ ചെയ്യുക. ആ അക്കൗണ്ട് സെലക്ഷൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയുക വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ 1000 രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എനിക്ക് വിഡ്രോവൽ ഫീ ആയിട്ട് 0 ആണ് വരുന്നത്. സാധാരണ 5 രൂപ എനിക്ക് വിഡ്രോവൽ ഫീ വരുന്നതാണ്, ബട്ട് എനിക്ക് 0 ആണ് വരുന്നത്. ഓക്കെ, അത് ആ ഒരു ഓഫറിൻ്റെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് വിഡ്രോ റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക P&L അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് P&L നോക്കിയാൽ നിങ്ങളുടെ എത്ര ഡേയ്സിനാണോ P&L നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ P&L തന്നെ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് 7 ഡേയ്സ്, ലാസ്റ്റ് 13 ഡേയ്സ് എങ്ങനെയാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എന്നുള്ളത്. പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡേറ്റ് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്ത് ആ ഡേറ്റിനുള്ളിൽ മാത്രം വരുന്ന P&L കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് INR ആയിട്ടാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് USD ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ INRഉം USD ഇങ്ങനെ മാറിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഓപ്ഷനിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വിഡ്രോലും കാര്യങ്ങളും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാച്ച് ലിസ്റ്റിലോട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്യൂച്ചേഴ്സിൽ ഞാനിപ്പോൾ ബിറ്റ്കോയിനും എതേറിയത്തിനും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് സെലക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ അഡീഷണൽ വല്ല ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ സ്റ്റാർ ഞാൻ എടുത്ത് സെലക്ഷൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് അതൊക്കെ എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് ഇവിടെ വന്നിട്ട് ആഡ് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വാച്ച് ലിസ്റ്റ്. നമുക്ക് അതിന് വാച്ച് ലിസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആ സ്റ്റാറുകൾ അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ആവും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ അത് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിറ്റ്കോയിനെ സെലക്ഷൻ ചെയ്യുകയാണ്. അതായത് നമുക്ക് ട്രേഡിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാനായിട്ട്, എങ്ങനെയാണ് ബൈയിങ് സെല്ലിങ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഓർഡറുകളാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ അതിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡഡ് പ്രൈസിലൂടെ കാണാൻ പറ്റും, മാർക്കറ്റ് പ്രൈസിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ഡെപ്ത് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ ഫണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ടിങ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഡെപ്ത് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് അതിൻ്റെ ആ ഒരു ബയേഴ്സ് സെല്ലേഴ്സിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് വരും. നമുക്ക് ഏകദേശം കാണാനായിട്ട് പറ്റും. ബിഡ് ആസ്കിൻ്റെ ആ ഒരു സ്പ്രെഡ് റേറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രേഡഡ് പ്രൈസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാർട്ട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റ് റിയൽ ട്രേഡിങ് ചെയ്യാൻ പോണ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ബൈയിങ് സെല്ലിങ് ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് കറക്റ്റായി ചെയ്താലാണ് നമ്മുടെ ട്രേഡ് നമുക്ക് കറക്റ്റായിട്ട് ഓരോ ട്രേഡും പ്രോഫിറ്റബിൾ ആക്കി തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈയിങ് ചെയ്യേണ്ടത് ബൈയിങ് ലോങ് എന്ന് പറഞ്ഞ പൊസിഷനാണ് ക്ലിക്ക് ചെയ്യുക. ബൈയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ളൊരു മാർക്കറ്റ് പ്രഡിക്ഷനാണ് നമ്മൾ ബൈയിങ് ചെയ്യുന്നത്. അത് ലോങ്ങിലോട്ടുള്ള പ്രഡിക്ഷൻ. ഇപ്പോൾ സെൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴത്തോട്ടുള്ള പ്രഡിക്ഷനെയാണ് നമ്മൾ സെൽ ഷോർട്ട് എന്ന് പറയുക. അപ്പോൾ രണ്ടും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ബൈ ലോങ് എന്ന് പറഞ്ഞ പ്രഡിക്ഷൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് ഓർഡറിനെ കുറിച്ച് പഠിക്കാം. അതിനുശേഷം നമുക്ക് ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എല്ലാം അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറൻറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡറിനെയാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയാം. ഇതിൽ നിങ്ങൾക്ക് എത്ര ലോട്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ലോട്ട് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ലിവറേജ് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 50x ആയിരിക്കും. ഓക്കെ, 50x ലിവറേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് 50x ഇവിടെ സെറ്റ് ചെയ്യാം. അതല്ല എനിക്കൊരു 100x ആണ് ലിവറേജ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 100 എനിക്ക് സെലക്ഷൻ ചെയ്തിട്ട് സെറ്റ് ടു 100x. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ലിവറേജ് ചേഞ്ച് ആവണം ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു ടെസ്റ്റ് ട്രേഡിനായിട്ട് ഞാനൊരു 10xൻ്റെ മാത്രമാണ് ലിവറേജ് സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, 10x സെലക്ഷൻ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 10xൻ്റെ ലിവറേജ് എന്നോട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ലോട്ട് ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ 1 ലോട്ടാണ് എടുക്കുന്നത്. അതായത് ബിറ്റ്കോയിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഞാൻ മാർക്കറ്റിൻ്റെ കറണ്ട് പ്രൈസിൽ ബൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് എനിക്ക് റിസ്ക് റേഷ്യോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് 1:1 അങ്ങനെ നമുക്കിവിടെ ഉണ്ട്. നിങ്ങൾക്ക് റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ബൈ ചെയ്യാണ്. ഓക്കെ, ഡൺ. അപ്പോൾ എൻ്റെ മാർക്കറ്റ് കണ്ടോ ഓർഡർ സബ്മിറ്റായി. അതായത് എൻ്റെ ബൈ ഓർഡർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സബ്മിറ്റായി. ബൈ ഓർഡർ സബ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് P&Lലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ P&Lലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ P&Lലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിവിടെ എൻ്റെ മാർക്കറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ഓൾ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ കറണ്ട് കോൺട്രാക്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ പ്രോഫിറ്റ് ഇവിടെ കാണാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 0.04 USD നമ്മൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബൈയിങ് ചെയ്യാനുള്ളൊരു പൊസിഷൻ. അതായത് മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് ബൈയിങ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ബൈയിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബൈ ചെയ്ത പൊസിഷൻ നമ്മൾ ആ പ്രോഫിറ്റോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നമുക്ക് കട്ട് ചെയ്യാനാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നമുക്ക് പ്രോഫിറ്റിൽ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആക്ഷൻസ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കും മാർക്കറ്റിൽ അതിൽ ക്ലോസ് ചെയ്യട്ടെ എന്ന്. അതായത് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ 1 ക്വാണ്ടിറ്റി കൺഫേം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ കൺഫേം ചെയ്ത് നമുക്ക് ക്ലോസ് ആവും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലോസ് ഓൾ പൊസിഷൻസ് വേണ്ടത്. ഇതിലോട്ട് സെലക്ഷൻ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പൊസിഷനും ഒരുമിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പൊസിഷനും നമ്മുടെ ഒരേ രീതിയിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു ഓർഡർ
എന്താ പറയുക കംപ്ലീറ്റ് ആയി. നമ്മൾ ഓർഡർ ഹിസ്റ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓർഡർ കാണാനായിട്ട് പറ്റും ഫിൽഡ് കണ്ടോ, അത് നമുക്ക് ക്ലോസ് ആയി സെൽ പൊസിഷൻ, നമുക്ക് ഇത്ര രൂപയിലാണ് നമ്മൾ ബൈ ചെയ്ത സെല്ലിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിത് കാണിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ട രണ്ടാമത്തെ ഓർഡർ തന്നെ മാർക്കറ്റ് ഓർഡർ. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും, വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് മാർക്കറ്റ് ഓർഡർ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മാർക്കറ്റ് ഓർഡർ തിരിച്ച് താഴത്തോട്ട് സെൽ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റും. ആ സെൽ പൊസിഷനോട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഏതാണോ മാർക്കറ്റ് പ്രൈസിലാണ് സെല്ല് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ എത്രയാണ് നിങ്ങൾക്ക് ലിവറേജ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, ലോട്ട് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൽ പൊസിഷൻ ഇവിടെ നിന്ന് ഇനീഷ്യേറ്റ് ആവും. താഴ്ന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേഷൻ ആവും. അപ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ നമ്മൾ ആകെ സെലക്ഷൻ ചെയ്യേണ്ടത് ലിവറേജ് കാര്യങ്ങൾ മാത്രമാണ്, ലോട്ട് ക്വാണ്ടിറ്റി മാത്രമാണ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പ്രത്യേക ലിമിറ്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക ഒരു വാല്യൂട്ട് വരുമ്പോൾ മാത്രം നമ്മുടെ ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ലിമിറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ കറണ്ട് പ്രൈസ് എവിടെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലിമിറ്റ് ഓർഡറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് പെർട്ടിക്കുലർ ലിമിറ്റിൽ വരുമ്പോൾ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവണം. അതിനായിട്ട് ഞാൻ 93,500 എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് സെലക്ഷൻ ചെയ്യുന്നത്. അത് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എൻ്റെ ലിമിറ്റ് ഓർഡർ എനിക്ക് എക്സിക്യൂട്ട് ആവേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, ബൈ ലോങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാൻ ലിവറേജ് ഞാനൊരു 100 എന്നുള്ളൊരു 50x ആക്കുകയാണ്. ലിവറേജ് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് നോക്കേണ്ടത് നമുക്ക് എത്രയിലാണ് നമുക്ക് ഓർഡർ ഇടേണ്ടത്. ഓക്കെ, നമുക്ക് ഓർഡർ ഇടേണ്ട എവിടെയാണ് 93,200. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് 93,000.5. അപ്പോൾ അതാ ഈ ഒരു ബ്ലൂ ലൈനിൽ വന്നിട്ടാണ് ഓർഡർ പ്ലേസ് ആവുക. ഓക്കെ, ഞാനിവിടെ ലോട്ട് സൈസ് 1 ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാണ് ബൈ. അപ്പോൾ കണ്ടോ, ഇവിടെ അവർ ചോദിക്കും 93,000 നമുക്ക് പ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ആയി കഴിഞ്ഞു. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അതിനുശേഷം ബൈ 93,005 പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈയിങ് ലിമിറ്റിലോട്ടാണ് സെറ്റ് ചെയ്തത്. അതായത് മാർക്കറ്റ് തിരിച്ച് താഴെ വരുവാണെങ്കിൽ ഈ ഓർഡറിൽ വന്നിട്ട് ഈ ഒരു ലെവലിൽ വന്നിട്ട് എക്സിക്യൂട്ട് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അത് ബൈയിങ് ലിമിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സെറ്റ് ചെയ്തു ലിമിറ്റ് ഓർഡർ, ബൈ മിസ്റ്റേക്ക് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ഒക്കെ മാറിപ്പോയി ടെൻഷനായി നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കിതിനെ വീണ്ടും ഈ ഓർഡറിനെ ഇതിലോട്ട് പോവാതെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന് ജസ്റ്റ് മുകളിലോട്ടും താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. കണ്ടോ, അങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓർഡർ അപ്ഡേറ്റ് ആവണം. കണ്ടോ, 93,021. ഇതിനും താഴേക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് റൺ ആയിക്കൊണ്ടിരിക്കും, നമുക്ക് ടെൻഷൻ ആവേണ്ട, പാനിക് ആവേണ്ടതില്ല. വളരെ കൂളായിട്ട് തന്നെ അങ്ങോട്ട് താഴോട്ടും ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഓർഡറിനെ മോഡിഫൈ ചെയ്യേണ്ടി വരികയാണ്. മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് താഴേക്ക് മുകളിലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡറിനെ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരും. മീൻസ് മാർക്കറ്റിൻ്റെ കറണ്ട് പ്രൈസ് അതിന് മുകളിലായിരിക്കണം. അത് കറണ്ട് പ്രൈസിൻ്റെ താഴെയാണ് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. ഐ മീൻ മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് ഓർഡറിനെ എക്സിക്യൂട്ട് ആയിട്ട് മുകളിലോട്ട് പോവുക. അങ്ങനെയാണ് എൻ്റെ കണ്ടീഷൻ. ലിമിറ്റ് ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ക്യാൻസൽ ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്രോസ് ബട്ടണിൽ ജസ്റ്റ് ക്യാൻസൽ ഓർഡർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ ബൈയിങ് ലിമിറ്റ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സെല്ലിംഗ് ലിമിറ്റ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, സെല്ലിംഗ് ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതാ സെൽ ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ഷൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ലിവറേജ് യൂസ് ചെയ്യുന്ന ലിവറേജ് നിങ്ങൾ സെലക്ഷൻ ചെയ്യുക. അതിനുശേഷം ലിമിറ്റ് പ്രൈസ് എത്രയാണോ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈയിങ് ലിമിറ്റ് താഴെയാണ് സെറ്റ് ചെയ്യുന്നത്, നമുക്ക് സെല്ലിംഗ് ലിമിറ്റ് എന്തായിരിക്കും, മുകളിലായിരിക്കും ഒബ്വിയസ്ലി അല്ലേ. അതായത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം, മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് തിരിച്ച് പോകുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് വരിക. അതായത് മാർക്കറ്റ് നമുക്കിപ്പോൾ ഈ കറണ്ട് പ്രൈസിൻ്റെ മുകളിലോട്ട് വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇവിടെ വരെ വന്നാൽ ചിലപ്പോൾ മാർക്കറ്റ് താഴ്ന്നു പോകുന്നുള്ള പ്ലാനിങ് ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൽ ലിമിറ്റ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ബ്ലൂ ലൈനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 93,370. അപ്പോൾ 93,370 ഞാൻ അവിടെ സെറ്റ് ചെയ്യാണ്. 93,370.9 കേട്ടോ, 93,370.9. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ. അപ്പോൾ ഓർഡർ കറക്റ്റ് ഇവിടെ വന്നിട്ട് എക്സിക്യൂട്ട് ആവുക ചെയ്യുക. സെൽ ഓർഡർ ഞാൻ ഒരു ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു. ക്ലിയർ അല്ലേ, കൺഫേം കൊടുത്തു. അപ്പോൾ അതാ എനിക്ക് ഇവിടെ 93,370 ഇവിടെ ഓർഡർ പ്ലേസ് ആയി. കണ്ടോ, സെൽ ഓർഡർ പ്ലേസ് ആയി ഇവിടെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് മാർക്കറ്റ് എനിക്ക് ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ ഓർഡർ ഓട്ടോമാറ്റിക് സെല്ലിങ്ങോട്ട് എക്സിക്യൂട്ട് ആവും, പിന്നെ മാർക്കറ്റ് ഫോളോ ആകുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് സെല്ലിംഗ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന ഓർഡർ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ എന്താ പറയുക കറണ്ട് പ്രൈസിൻ്റെ മുകളിലും താഴെയായിട്ട് സെൽ ഓർഡർ ആണെങ്കിൽ അതിന് മുകളിലും ബൈ ഓർഡർ ആണെങ്കിൽ നമുക്ക് താഴെയും, അത് മാർക്കറ്റ് ഇങ്ങോട്ട് മുകളിലോട്ട് വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ പ്രോഫിറ്റ് ആവുക, ഐ മീൻ സെല്ലിങ്ങിലോട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡർ എന്താണ് നമുക്ക് ക്ലിയർ ആയി. ഐ മീൻ സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തൊരു വാല്യൂന്ന് മാത്രം സെല്ലിങ് ബൈയിങ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇടുന്നതാണ്. അതായത് നമുക്ക് റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴൊക്കെ നമുക്ക് ഓർഡർ എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചും ഒരു എക്സിക്യൂഷൻ റേഞ്ചും 2 റേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ, ഈ മാർക്ക് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ട്രിഗർ റേഞ്ച്. അത് ട്രിഗർ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഈ മാർക്കറ്റ് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്തി തന്നെ വിചാരിക്കുക.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ തിരിച്ച് എന്താ പറയുക വരുമ്പോൾ മാർക്കറ്റ് എക്സിക്യൂട്ട് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിഗർ നടന്നിട്ടുള്ളൂ അവിടെ, അതായത് മാർക്കറ്റ് എക്സിക്യൂഷനോട്ട് വന്നിട്ട്. അപ്പോൾ ട്രിഗർ ഇവിടെ എക്സിക്യൂഷൻ നടന്നു, ബട്ട് മാർക്കറ്റ് ഇനി ഇതിലോട്ട് വന്നിട്ട് തിരിച്ച് വന്നാൽ മാത്രം, അതായത് മാർക്കറ്റ് തിരിച്ച് ഇവിടോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഈ ലൈനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അങ്ങനത്തെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഓർഡറിനെ പറയുന്നതാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് വളരെയധികം അഡ്വാൻസ് ലെവൽ, നിങ്ങൾ ബ്രേക്ക് ഔട്ട് ലെവലൊക്കെ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു പ്രത്യേക റേഞ്ചൊക്കെ ഉണ്ട് നിങ്ങളുടെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ബ്രേക്ക് ഔട്ടിനെങ്കിൽ നിങ്ങൾക്ക് ആ റേഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബൈ ഒരു പൊസിഷൻ ഇടുകയാണ്, അതായത് നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം മാത്രം ബൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഓർഡർ ട്രിഗർ ആവേണ്ടത് 93,370 എനിക്ക് എക്സിക്യൂട്ട് ആവേണ്ടത് 93,400 ഏകദേശം 30 പോയിൻ്റ് ഡിഫറൻസിലാണ് എനിക്ക് എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓർഡർ എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് ഈ ബൈ ലോങ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തു, ലിവറേജ് ഞാനിവിടെ സെലക്ഷൻ ചെയ്തു, അതിനുശേഷം സ്പോട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ഷൻ ചെയ്തു. ഈ മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ എന്ത് ചെയ്തു 93,370 ടൈപ്പ് ചെയ്തു, കാരണം എനിക്ക് അവിടെ എത്തുമ്പോൾ ട്രിഗർ ആവണം. ഓക്കെ, അതിനുശേഷം എനിക്ക് എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ട്, അതായത് മാർക്കറ്റ് ഒന്നും കൂടി എന്താ പറയുക മുകളിലോട്ട് വരുമ്പോൾ 93,400 എനിക്ക് പ്ലേസ് ചെയ്യണം ഓർഡർ. ഓക്കെ, അപ്പോൾ ഞാൻ 93,370.9 അടിക്കണം കേട്ടോ, കാരണം നല്ല കറക്റ്റായിട്ട് ആ ലൈനിൽ എക്സിക്യൂഷൻ ആവണം നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ താഴെ നമ്മളത് വീണ്ടും ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് 93,400 നമ്മൾ വെക്കുകയാണ്. എത്രയാണ് ഡെസിമൽ വരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തോട്ടെ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ എക്സിക്യൂഷൻ വരുള്ളൂ. അതിനുശേഷം നമ്മളിതാ ലോട്ട് ക്വാണ്ടിറ്റി ഒരു ലോട്ട് നമ്മൾ സെലക്ഷൻ ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? അതിനുശേഷം എല്ലാം റെഡിയായി നമ്മൾ ഓർഡർ വിൻഡോ സെറ്റാക്കി നമ്മളിതാ ബൈങ് കൊടുക്കുകയാണ്. ഈ ബൈങ് കൊടുക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നുണ്ടോ, ഇവർ ചോദിക്കും 1 ലോട്ട് BTC നമുക്ക് എന്താ പറയുക 93,400 നമുക്ക് എന്താ പറയുക എക്സിക്യൂഷൻ ആവുക, ബട്ട് ട്രിഗർ ആവേണ്ടത് 93,370 അപ്പോൾ നമ്മളിതാ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഓർഡർ പ്ലേസ് ആയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ വരുമ്പോൾ എൻ്റെ ഓർഡർ ട്രിഗർ ആവുക ചെയ്യുക, അതായത് മാർക്കറ്റ് ഇങ്ങോട്ട് ഇത് താഴെ നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ട്രിഗർ ആയിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങോട്ട് മകട്ട് പോയി എക്സിക്യൂട്ട് ആവില്ല. ബട്ട് മകട്ട് ഇവിടെ വന്ന് ഈ ബ്ലൂ ലൈനിൽ ടച്ച് ആയി 93,400 ടച്ച് ആയാണ് എൻ്റെ ഓർഡർ കറക്റ്റ് ഒരു എക്സിക്യൂഷൻ നടക്കുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലിമിറ്റ് ബൈ ഓർഡർ. അപ്പോൾ ബൈ ഓർഡറിൽ ബൈ സെക്ഷനിൽ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പിടിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റാനായിട്ട് പറ്റും. ബട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണോ സെറ്റ് ചെയ്താൽ 30 പോയിൻ്റ് ഗ്യാപ്പ് ഇവിടെ എപ്പോഴും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. കണ്ടോ 53 ആ ലെവലിൽ നമുക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ ലിമിറ്റിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ബൈ ലിമിറ്റ് എങ്ങനെയാണോ അതേ സെയിം മെത്തേഡ് തന്നെയാണ് സെൽ ലിമിറ്റിന്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുക. ഷോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തു, എനിക്ക് ഈ ലിമിറ്റിലാണ് ഓർഡർ ഇടുന്നത് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് മുകളിലാണ് അല്ലേ, അപ്പോൾ ഈ ലിമിറ്റിലോട്ട് വരാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇതങ്ങനെ വന്ന് ഇവിടെ ടച്ച് ആയതിന് ശേഷം ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇതിലോട്ട് ടച്ച് ആകുമ്പോൾ എനിക്ക് ട്രിഗർ ആവണം. അത് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിൽ പോലും കുഴപ്പമില്ല, അതല്ല താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ലെവലിൽ വന്നിട്ട് എനിക്ക് എക്സിക്യൂട്ട് ആവണം ഓർഡർ. അപ്പോൾ എനിക്ക് 92,730 വരുമ്പോൾ എനിക്ക് ട്രിഗർ ആവണം, 92,700 വരുമ്പോൾ എനിക്കത് എക്സിക്യൂട്ട് ആവണം. ആക്ച്വലി 30 പോയിൻ്റ് ഗ്യാപ്പ് ഞാൻ അവിടെയും കീപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെൻ്റെ ലിവറേജ് സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലിമിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഈ മാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തത് അത് എനിക്ക് ട്രിഗർ ആവേണ്ട വാല്യൂ ആയതുകൊണ്ട് ഞാൻ ഇവിടെയാണ് മെൻഷൻ ചെയ്യുക. അത് 92,730.9 ആണ് എനിക്ക് ട്രിഗർ വേണ്ടത്. ബട്ട് എവിടെയാണ് എക്സിക്യൂട്ട് ആവേണ്ടത് ആ വാല്യൂ ആണ് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. 92,700 ആണ് എനിക്ക് എക്സിക്യൂഷൻ വേണ്ടത്, അല്ലേ 92,700.8. ക്ലിയർ അല്ലേ? ഒരു ലോട്ടാണ് ഞാൻ അവിടെ സെലക്ഷൻ ചെയ്യണത്. അതിനുശേഷം എനിക്ക് ഇതാ സെല്ല് എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഈ സെല്ല് കൊടുക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ ഇതിലാണ് നമ്മുടെ എന്താ പറയുക എക്സിക്യൂഷൻ വരുന്നത്, ട്രിഗർ ആവുന്നത് ഈ ഒരു പ്രൈസിലാണ്. ക്ലിയർ അല്ലേ? അതായത് 30 പോയിൻ്റ് ഗ്യാപ്പ്. അപ്പോൾ നമുക്കിതാ പ്ലേസ് ചെയ്തു, ഡൺ. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് ഇത് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ നമുക്ക് 92,731 ട്രിഗർ ആവും. അതുപോലെ തന്നെ 92,700 നമുക്കത് എക്സിക്യൂട്ട് ആവും. ഇതാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ. അത് മാർക്കറ്റ് ഇങ്ങനെ വരണമെന്ന് മാത്രം. അവിടെ താഴെ വരുമ്പോൾ നമുക്ക് ഓർഡർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഓർഡർ സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു പ്രീ പ്ലാനഡ് ആയിട്ടുള്ള ഓർഡർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലിമിറ്റ് സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓർഡർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് റേഞ്ചിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. ഒരു റേഞ്ച് നമുക്ക് മാർക്കറ്റ് നമ്മുടെ ഒന്ന് എന്താ പറയുക മാർക്കറ്റ് അലർട്ട് ആയിരിക്കും ചെയ്യും. ഈ ട്രിഗർ ആവാൻ മീൻസ് മാർക്കറ്റ് അലർട്ട് ആയിരിക്കും. ഓക്കെ, അടുത്ത ഈ റേഞ്ച് ബ്രേക്ക് ആകുമ്പോഴാണ് മാർക്കറ്റിലോട്ട് ഓർഡർ എക്സിക്യൂഷൻ നടത്തുന്നത് എന്നുള്ളത് ഒരു പ്ലാനിങ്ങിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓർഡർ യൂസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് മാറ്റാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് പറ്റും, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യാനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങോട്ട്. അത് ഈ ഒരു പ്ലസ് ബട്ടൺ ക്രോസ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് വേണം പിന്നെ സ്ക്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഓർഡർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ അവിടെ ഓർഡർ അപ്ഡേറ്റ് കണ്ടോ സെൽ 1 കോൺട്രാക്ട് ഇത്ര വേണ്ടി നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അത് 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പോൾ ഇവിടെ കീപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ ഓർഡർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ക്യാൻസൽ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ക്യാൻസൽ ആവും. ഓക്കെ,
ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറിൻ്റെ പോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക, ഈ ഒരു ഓർഡറിനെ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഇവിടെ പ്രൈസിൽ നമ്മൾ സെലക്ഷൻ ചെയ്യാണ്. ഇപ്പം നമുക്ക് 92,730 നമ്മുടെ ട്രിഗർ വാല്യൂ, 92,700 നമ്മളുടെ എന്താ പറയുക എക്സിക്യൂഷൻ വാല്യൂ ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് താഴ്ത്തിയിട്ട് അത് കുറച്ച് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇടുന്നത് 92,750 ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. ഓക്കെ, 92,750 ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടു. ഓക്കെ, അത് എത്ര ലോട്ടാണോ എൻ്റെ 1 ലോട്ടിൻ്റെയാണ് സ്റ്റോപ്പ് ലോസ് വരിക, അല്ല ക്ലിയർ അല്ലേ? അന്നേരം ഞാൻ അവിടെ സെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും കണ്ടോ, മാർക്കറ്റ് 92,750 ഒരു ലോട്ട് അത് വന്ന് നമ്മൾ നേരത്തെ ബൈ ചെയ്ത ലോട്ടിന് സെൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ചോദിക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ കണ്ടോ. അപ്പം ഈ സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ ചെയ്തതിന് സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്താ ചെയ്തത്, ജസ്റ്റ് ഒരു ട്രിഗർ വാല്യൂ കണ്ടുപിടിച്ചു, ഒരു എക്സിക്യൂഷൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിലോട്ട് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ ഇട്ടുള്ളത്. അതായത് ഈ സ്റ്റോപ്പ് മാർക്കറ്റ് ഓർഡർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാ ഒരു ട്രിഗർ വീണ്ടും ഇവിടെ ശ്രദ്ധിച്ച് അറിയാം, സ്റ്റോപ്പ് മാർക്കറ്റ് നമ്മുടെ ട്രിഗർ ഉണ്ട് 92,750 നമ്മൾ പ്ലാൻ ചെയ്ത വാല്യൂവിൽ ട്രിഗർ വീണിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് യൂസ് കൊണ്ട് എൻറ്റർ ചെയ്യാനായിട്ട് പഠിച്ചു. ഓക്കെ, അത് ലിമിറ്റ് ഓർഡർ പഠിച്ചു, മാർക്കറ്റ് ഓർഡർ പഠിച്ചു, സ്റ്റോപ്പ് ലിമിറ്റ് പഠിച്ചു, സ്റ്റോപ്പ് മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇത് കൂടാതെ ഒരു 3 ഓപ്ഷൻ താഴെ വരുന്നുണ്ട്, ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് മാർക്കറ്റ്, ടേക്ക് പ്രോഫിറ്റ് ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ പറയുക മാർക്കറ്റ് ഓർഡർ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഈ മാർക്കറ്റ് ഓർഡർ ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഓർഡർ എൻ്റെ എക്സിക്യൂട്ട് ആയിട്ടുള്ളത് ഇതിലാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്, 92,219 എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് 219 എക്സിക്യൂട്ട് ആയിട്ടുള്ളത്, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒരു 93,300 ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ട്രയൽ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടോ, മാർക്കറ്റ്, ലിമിറ്റ്, ട്രയൽ. ഓക്കെ, ആ ഒരു 3 ഓപ്ഷൻസാണ് അവിടെ കണ്ട 3 ഓപ്ഷൻസാണ് ഇതിൽ കാണാനായിട്ട് പറ്റുക. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കറൻറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു കുറച്ച് മൂവ്മെൻറ്റ് വരുമ്പോഴേക്കും എനിക്കത് എക്സിറ്റ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ട്രിഗർ പ്രൈസിൽ ഞാൻ എന്ത് ചെയ്തു, ടേക്ക് പ്രോഫിറ്റിൻ്റെ ഓപ്ഷൻ. ഓക്കെ, അവിടെ 93,219 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 93,300 നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ സ്റ്റോപ്പ് ലോസ് എനിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എത്രയാണ് വരുന്നത്, അതിൻ്റെ താഴെ. അപ്പോൾ ഞാനിത് 93,000 സെറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൺഫേം ആയി അല്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇവിടെ പ്ലേസ് ആവും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ടേക്ക് പ്രോഫിറ്റ് കണ്ടോ, ടേക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 92,300. ഇപ്പോൾ താഴെ കണ്ടോ SL എന്ന് പറഞ്ഞിട്ട് 93,000 എന്ന് പറഞ്ഞാൽ SL പ്ലേസ് ആയി. ഓക്കെ, ഇതിൽ പിന്നെ ഒരു ഓപ്ഷൻ അഡീഷണൽ വരുന്നുണ്ട്. ആ ഓപ്ഷൻ്റെ ഇതാണ് ട്രയൽ SL. ഓക്കെ, ട്രയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ പോയിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രയൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് ട്രയൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ട്രയൽ സ്റ്റോപ്പ് ലോസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിത് ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ടല്ലോ, 219 ബൈ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അതായത് നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആവാന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ ടാർഗറ്റ് കുറച്ച് മുകളിലോട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ഓക്കെ, എനിവേ ടാർഗറ്റ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോകണ മാർക്കറ്റ് ടാർഗറ്റ് ആവണേൻ്റെ അടുത്ത് വരെ എന്തോരം പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമുക്കൊരു പ്ലാനിങ് ഇല്ല മാർക്കറ്റിൽ എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 179 പോയിന്റുകളും നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ട്രയൽ ആവും വേണം. ഇതിലൂടെ എന്തോരം മുകളിലേക്ക് പോകുന്ന ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ ആ എത്ര മുകളിലേക്ക് വേണമെങ്കിൽ പൊക്കോട്ടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോയിട്ട് എനിക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് അച്ചീവ് ആവാനാണ് നമ്മുടെ പ്ലാൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്താൽ ഒരു 50 പോയിന്റ് അല്ലെങ്കിൽ 100 പോയിന്റ് താത്തിയിട്ട് ഞാൻ പ്രോഫിറ്റ് SL ട്രയൽ SL സെറ്റ് ചെയ്യാൻ വിചാരിക്കുക. ട്രയൽ SL സെറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ മൂവ്മെൻ്റ് ആണ്. ബിറ്റ് കോയിൻ ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയില്ലോ എവിടെയാണ് നമുക്ക് ഒരു ടേണിങ് അടിക്കുക, മുകളിലോട്ട് പോയി ടേൺ അടിക്കാന്ന് അറിയില്ല. അപ്പോൾ ആ ടേൺ അടിക്കുമ്പോൾ നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് അവിടെ ഒന്ന് ഹിറ്റ് ആയാൽ മതി. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വെക്കുന്ന SL എന്ന് പറയുന്നത് ട്രയൽ SL. അപ്പോൾ ഞാൻ ഇവിടെ ട്രയൽ SL സെറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രയൽ SL എന്താ ചെയ്യാൻ ചെയ്താൽ ഇതുപോലെ SL ഒന്ന് കൂടി മുകളിലോട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ വരെ നമ്മൾ സെറ്റ് ചെയ്തു. ഏകദേശം ഒരു എന്താ പറയുക ഒരു 100 പോയിന്റ് 50 പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോയിരിക്കുക. അപ്പോൾ നമ്മുടെ ട്രയൽ SL എന്താ സംഭവിക്കുക, ട്രയൽ SL 100 പോയിന്റ് വെച്ചാൽ ഫിക്സ് 100 പോയിന്റ് വീണ്ടും കയറി വരും. ഓക്കെ, പിന്നെ വീണ്ടും 100 പോയിന്റ് പോയിരിക്കുക. എന്താ പറയുക വീണ്ടും ട്രയൽ SL 100 പോയിന്റ് കയറി വരും. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റും വളരെ മുകളിൽ തന്നെ പോയിരിക്കും. അവിടെ നമ്മൾ എൻഡ് എടുത്ത ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി തിരിച്ച് വരികയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ ട്രയൽ SL 100 പോയിന്റ് ഗ്യാപ്പിൽ നിൽക്കണേ അത് SL ഹിറ്റ് ആവും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവും. ഇതാണ് ട്രയൽ SL ചെയ്തുകൊണ്ടിരിക്കുക. ട്രയൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ട്രയലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രയൽ SLൻ്റെ കോൺസെപ്റ്റ്.
ഇനി നമുക്ക് വരുന്നൊരു ഓപ്ഷനാണ് റെഡ്യൂസ് ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോട്ടുകളെ പാർഷ്യലി സെല്ല് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ഈ റെഡ്യൂസ് ഓപ്ഷനിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഓർഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? ഒരേ ഒരു ലോട്ടാണ് അല്ലേ, ഒരേ ഒരു ലോട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ റെഡ്യൂസ് ഓപ്ഷൻ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ മൾട്ടിപ്പിൾ ലോട്ടുകൾ എടുക്കുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ലോട്ടുകൾ എടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഓപ്ഷൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അതായത് ഞാൻ പാർഷ്യലി സെല്ല് ചെയ്ത് കൊണ്ടുപോകാം. എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എൻ്റെ 5 ലോട്ട് ചോദിക്കുക. ഇതിപ്പോൾ ഒരു ലോട്ടിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ലേ, ഞാനിപ്പോൾ ഒരു 10 ലോട്ടാണ് വിചാരിക്കുക. 10 ലോട്ട് ഞാൻ ട്രേഡ് എടുത്ത് വെച്ചാൽ എനിക്ക് തോന്നുകയാണ് മാർക്കറ്റ് ഇവിടം വരെ എത്തി. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ലോട്ടുകൾ സെല്ല് ചെയ്യട്ടെ. ഇനി മാർക്കറ്റ് ചിലപ്പോൾ റിസ്ക് ആവും. ബാക്കിയുള്ള ഒരു പ്രോഫിറ്റ്, കുറച്ച് പ്രോഫിറ്റ് ഞാൻ സേഫ് ആക്കി വെച്ച് ബാക്കിയുള്ളതിനെ മാക്സിമം മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലാൻ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഞാൻ 10 ലോട്ട് വാങ്ങിച്ചു എങ്കിൽ എനിക്ക് പകുതി സെല്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ലോട്ട് സെല്ല് ചെയ്ത് കളയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5 ക്വാണ്ടിറ്റി സെല്ലിങ് വെച്ചു. എന്നിട്ട് റെഡ്യൂസ് ഓൺലി ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബൈ കൊടുത്തു കഴിഞ്ഞാൽ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ സെല്ലായി പോകും അല്ലേ, സെല്ലായി പോകും. അപ്പോൾ എനിക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് എൻ്റെ ആ ഒരു പ്രോഫിറ്റ് അവിടെ സേവായി. പിന്നെ ബാക്കിയുള്ള 5 ലോട്ടല്ലേ വരുന്നുള്ളൂ. ആ ലോട്ട് ഞാൻ എന്താ പറയുക, എൻ്റെ ട്രയൽ ചെയ്ത് കൊണ്ടുപോയില്ല എസ് എൽ. അപ്പോൾ എനിക്ക് 5 ലോട്ട് പ്രോഫിറ്റോട്ട് എപ്പോഴാണ് എനിക്ക് വരുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് പാർഷ്യലി ലോട്ടുകളെ സെല്ല് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനാണ് റെഡ്യൂസ് ഓൺലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ടും ലോട്ടുകളെ സെല്ല് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഓർഡറുകൾ വരുന്നത്. ഇതാണ് റെഡ്യൂസ് ക്വാണ്ടിറ്റി വരുന്ന ഒരു ഓപ്ഷൻ. പിന്നെ വരുന്നത് ഫീ കാൽക്കുലേറ്ററൊക്കെയാണ്. നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക, കാരണം ഇതിൽ എത്രയാണ് നമുക്ക് ഫീസ് വരുന്നത് എന്നെല്ലാം ഇവരെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. കാൽക്കുലേഷൻ, അതായത് നമുക്ക് എത്ര ലോട്ടാണ് നമ്മൾ എടുക്കണം, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വരുന്നത്. ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഓവർവ്യൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.